Welcome to the next topic of intrinsic semiconductor. അപ്പോൾ സെമി കണ്ടക്ടറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റിലല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ എനർജി സപ്ലൈ ചെയ്താൽ അതിലെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടന്ന് കണ്ടക്ടിവിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് സെമി കണ്ടക്ടർ എന്ന പേരിലൂടെ നമ്മൾ അറിയുന്നത് ഈ കാറ്റഗറി ഓഫ് സോളിഡുകളെ. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനെ ആണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിലുള്ള ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ഇലക്ട്രോൺസുമാണ്. ഇലക്ട്രോൺസ് അഥവാ ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ചാർജ് എന്ന് നമുക്കറിയാം. കൂടാതെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിപ്പെടുന്ന ഇലക്ട്രോണുകളുടെ വേക്കന്റ് സീറ്റുകൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനും കൂടെ റെഡിയാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഒരു സെമി കണ്ടക്ടറിലെ ചാർജ് കാരിയേഴ്സ് എന്ന് ഇലക്ട്രോണുകളെയും ഹോളുകളെയും വിളിക്കാം. അഥവാ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സം ഓഫ് ദ കറന്റ് ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സാധാരണ സെമി കണ്ടക്ടറിന്റെ ഒരു എനർജി ഡയഗ്രാം. അതായത് ഇത് വാലൻസ് ബാൻഡും ഇത് കണ്ടക്ഷൻ ബാൻഡും. ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകള് വേക്കന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ഡോട്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകളാണ്. അതേസമയം അവരുടെ പൊസിഷനുകളിൽ നിന്നും 4 വാലൻസ് ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറിയിട്ടുണ്ട്. ആ 4 ഇലക്ട്രോണുകളെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ബൈ ഓവർകമ്മിങ് ദ എനർജി ഗ്യാപ്പ്. മനസ്സിലായോ? അതായത് ദേ ആർ തെർമലി ജനറേറ്റഡ്. ഇവിടെയുള്ള ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ ദേ ആർ കോൾഡ് തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ. അപ്പൊ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയപ്പോൾ വാലൻസ് ബാൻഡിലേക്ക് പോയപ്പോൾ ഇവിടെ ഹോൾസ് അവൈലബിൾ ആയി. അങ്ങനെ ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും പെയർ ക്രിയേറ്റ് ചെയ്ത് കണ്ടക്ഷൻ പോസിബിൾ ആക്കി നമ്മുടെ സാധാരണ ഒരു സെമി കണ്ടക്ടർ അഥവാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റിയെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വാലൻസ് ബാൻഡിൽ കണ്ടക്ഷൻ ബാൻഡിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആകണം. അങ്ങനെ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഡോപ്പിംഗ്. മനസ്സിലായോ? കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ദ ഇംപ്യൂരിറ്റി. ബൈ ആഡിങ് ഇംപ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വേസ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യു ആർ ആക്ച്വലി ആഡിങ് സം എലമെന്റ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്യാൻ, ഫ്രീ ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യാൻ കേപ്പബിൾ ആയ എലമെന്റുകൾ ആണ് നമ്മളിവിടെ ഇംപ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡോപ്പിംഗ്. അപ്പൊ ഡോപ്പിങ്ങിന്റെ മെച്ചം കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യുന്നത് വഴിയുമാണ്. അങ്ങനെ കിട്ടുന്ന പുതിയ സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഡോപ്ഡ് സെമി കണ്ടക്ടർ ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ 2 തരമുണ്ട്. പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നും നമുക്ക് വിളിക്കാം. എന്താണ്? പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നും വിളിക്കാം. ഇതില് ഡോപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആറ്റത്തിനെ അഥവാ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ആറ്റത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡോപ്പന്റ് എന്ന്. എന്താണ് വിളിക്കുക? ഡോപ്പന്റ് എന്ന്. അങ്ങനെ ഡോപ്പന്റ് ആയിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ളത് 5th ഗ്രൂപ്പിലെ എലമെന്റുകളെയോ 3rd ഗ്രൂപ്പിലുള്ള എലമെന്റുകളെയോ ആണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് 4th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പോൾ 4th ഗ്രൂപ്പിന്റെ കൂടെ വി ക്യാൻ ഐദർ ആഡ് 5th ഗ്രൂപ്പ് ഓർ 3rd ഗ്രൂപ്പ് എലമെന്റ്. പക്ഷെ ഈ 2 തരം ഡോപ്പൻസിന്റെയും അഡീഷനോട് കൂടി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് വരുന്ന ബിഹേവിയർ വളരെയധികം ഡിഫറെന്റ് ആണ്. അത് നമുക്ക് താഴെ പഠിക്കാം. Okay, so the first category of semiconductor, extrinsic semiconductor, it is N-type semiconductor. അതെങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒരു പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി
ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റിനെ നമ്മുടെ ഫോർത്ത് ഗ്രൂപ്പ് സെമി കണ്ടക്ടറിലേക്ക്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഏതാണ്? ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റിലേക്ക് ഒരു ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്താൽ, നമുക്കറിയാം ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റിന് ഓൾറെഡി 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസിലേക്ക് എന്താണ് ആഡ് ചെയ്യപ്പെടുന്നത്? ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ആ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റിലേക്ക് ഒരു പെന്റാവാലന്റ് ആയ, അതായത് 5 ഇലക്ട്രോൺ, 1 2 3 4 5, ഈ 5 ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലുള്ള ഒരു പെന്റാവാലന്റ് ആയിട്ടുള്ള ഒരു ഡോപ്പന്റിനെ ആഡ് ചെയ്യുന്നു. അപ്പോ ഈ സിലിക്കോണിനെ നമുക്ക് എടുക്കാം. സിലിക്കണിന് 4 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലുണ്ട്. ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾക്ക് നമ്മുടെ ഡോപ്പന്റ് ആയ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇമ്പ്യൂരിറ്റിയുടെ 4 ഇലക്ട്രോൺസിന് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്. മനസ്സിലായോ? അപ്പോ അങ്ങനെ ഒരു ഡോപ്പന്റിനെ ആഡ് ചെയ്യുന്നത് വഴി ഒരു ഇലക്ട്രോൺ എന്ന രീതിയിൽ എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺ അവൈലബിൾ ആകുകയാണ്, വിച്ച് ഈസ് ഹെൽപ്പിംഗ് ഇൻ conduction or number of free electrons are increasing. മനസ്സിലായോ? അപ്പൊ അതാണ് ഒരു ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റിനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഡിഫറൻസ്. ഇനി ഈ ഫ്രീ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാനായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വെറും ഒരു 0.05 ഇലക്ട്രോൺ വോൾട്ട് മാത്രമാണ്. ആ 0.05 ഇലക്ട്രോൺ വോൾട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് പെന്റാവാലന്റിന്റെ ബോണ്ടിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമുക്ക് ഈ എനർജി ബാൻഡ് ഡയഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഡോപ്പന്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പെന്റാവാലന്റിന്റെ എനർജി ബാൻഡ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് ആണ്. ഈ ഡോട്ടഡ് ലൈൻസിലേക്ക് നമുക്ക് ഇലക്ട്രോണുകളെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു 0.05 ഇലക്ട്രോൺ വോൾട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. മനസ്സിലായോ? അപ്പൊ ആ 0.05 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന എനർജി വളരെ എളുപ്പമാണ് നമുക്ക് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ 0.05 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺ ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഫ്രം ദ വാലൻസ് ബാൻഡ് ഇറ്റ് ഈസ് ഈസിലി ക്രോസിംഗ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലായോ? അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ എനർജി ബാൻഡ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, the energy level of donor is lower than the conduction band. കണ്ടക്ഷൻ ബാൻഡ് ഏതിന്റെയാണ്? നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെയാണ്. അതേസമയം ഡോണറിന്റെ എനർജി ബാൻഡ് കുറച്ച് താഴെ ആയതുകൊണ്ട്, താഴെ എന്ന് പറയുന്നത് 0.05 ഇലക്ട്രോൺ വോൾട്ട് താഴെ ആയതുകൊണ്ട് അത് എളുപ്പം അതിന് ഓവർകം ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് അബൌട്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ യു ആർ ഗെറ്റിംഗ് 1 ഫ്രീ ഇലക്ട്രോൺ ബൈ ആഡിങ് ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ് ടു എ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്. 1 free electron is made there. Okay, so the next category of semiconductor is p-type semiconductor. p-type semiconductoril നമ്മൾ എടുക്കുന്നത് ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ്. അപ്പൊ തേർഡ് ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോണുകളാണ് വാലൻസ് ബാൻഡിൽ ഉണ്ടാകുന്നത്. അതാണ് അവിടുത്തെ ഡോപ്പന്റ്, വിച്ച് ഈസ് ആഡഡ് ടു ദ ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്. ഫോർത്ത് ഗ്രൂപ്പ് ആയിട്ടുള്ള നമ്മുടെ സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റിന്റെ കൂടെ ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആയ ഒരു ബോറോൺ ടൈപ്പ് മെറ്റീരിയൽ ആഡ് ചെയ്യാണ്. ഇവിടെ കാണുന്നത് പോലെ സിലിക്കൺ. ഈ സിലിക്കണിന് 1 2 3 4 വാലൻസ് ഇലക്ട്രോണുകളുണ്ട്. ആ വാലൻസ് ഇലക്ട്രോണുകൾ ബോറോൺ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ പെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ബോറോൺ എന്ന് പറയുന്നത് ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. സോ ബോറോൺ വിൽ ബി ഹാവിംഗ് ഓൺലി 3 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. സോ
എ സൈറ്റ് ഈസ് അറൈസിങ് ദർ, അവിടെ ഒരു സീറ്റ് വേക്കന്റ് ആയി വരികയാണ്. കാരണം സിലിക്കണിന്റെ ഒരു ഇലക്ട്രോണിന് ബോണ്ട് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ പെയറിങ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രോണിന് പറ്റുന്ന ഒരു സൈറ്റ് അവിടെ വേക്കന്റ് ആകുകയാണ്. വേക്കന്റ് സൈറ്റ് ഓഫ് ആൻ ഇലക്ട്രോണിനെ നമ്മൾ വിളിച്ച പേര് ഹോൾ എന്നാണ്. അപ്പോ ഒരു ഹോൾ അവിടെ ക്രിയേറ്റഡ് ആയി. മനസ്സിലായോ? അഥവാ ഒരു ഇലക്ട്രോണിന് അങ്ങോട്ട് വരാം, ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ റെഡിയാണ്. അപ്പോ ഈ ഇലക്ട്രോൺ എന്താണ് അവിടെ? ഫ്രീ ആണ് അല്ലെ? അപ്പോ the dopant is having one valence electron less than the semiconductor, so a vacancy is created. ഇവിടെ വേക്കൻസി ക്രിയേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റഡ് ആകുന്നതിന്റെ രീതി മനസ്സിലായല്ലോ. ഡോപ്പന്റിന് ഒരു ഇലക്ട്രോൺ കുറവായതുകൊണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു ഇലക്ട്രോണിന് ബോണ്ടിങ് അല്ലെങ്കിൽ പെയറിംഗ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ ഫ്രീ ആകുന്നത് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദ എനർജി ബാൻഡ് ഓഫ് ദ അക്സെപ്റ്റർ ആറ്റം ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദ വാലൻസ് ബാൻഡ്. ഇവിടെ കാണിക്കുന്നത് പോലെ വാലൻസ് ബാൻഡ് ഓഫ് ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇതാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ അല്ലെങ്കിൽ അക്സെപ്റ്റർ ആറ്റത്തിന്റെ എനർജി ലെവല്, അതിലേക്ക് അക്സെപ്റ്റർ എനർജി ലെവല് കുറച്ച് ഗ്രേറ്റർ ആണ് വാലൻസ് ബാൻഡിനേക്കാളും. സോ എ സ്മോൾ സപ്ലൈ ഓഫ് എനർജി ക്യാൻ ടേക്ക് ദി ഇലക്ട്രോൺ ടു ദ അക്സെപ്റ്റർ ലെവൽ. മനസ്സിലായോ? ഇലക്ട്രോണിനെ മുകളിലേക്ക് കയറ്റാനും അക്സെപ്റ്റർ ലെവലിൽ നിന്നൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാനും ഈ ചെറിയ ഒരു എനർജി ഡിഫറൻസ് മതി. മനസ്സിലായോ? അപ്പൊ ഇതാണ് ദിസ് ഈസ് ഹൗ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഫോംഡ്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് എലമെന്റ് ഈസ് ഡ്യൂ ടു ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ടിൻ ഈസ് എ മെറ്റൽ, അതിനാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ബാൻഡ് ഗ്യാപ്പ് ഈസ് 0. ബട്ട് സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കാർബൺ ഈസ് എ റെസിസ്റ്റർ ഈവൻ. ഓൾ ദീസ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് 4. ഇതെല്ലാം ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റുകളാണ്. അതിൽ ടിൻ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, സിലിക്കൺ എന്ന് പറയുന്നത്, ജെർമേനിയം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, കാർബൺ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ആയിട്ടും ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ദിസ് ഈസ് ഓൺലി ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. താങ്ക് യു.